നാലാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ നാലാമത്തെ മോക്ക് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് എക്സാം എഴുതി നോക്കാം. എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. മിഷൻ LDC PDF ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മന്ത്ലി ഫീസാണ് വരുന്നത് 99. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്ലനേഷൻ, കറണ്ട് അഫെയർസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്, ഡെയിലി എക്സാം, ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മന്ത്ലിയാണ് ഫീസ് വരുന്നത് 99. ഓക്കെ. അപ്പോൾ അതിന് 9496822117 എന്ന നമ്പറിൽ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഓഗസ്റ്റ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യൻ ക്രിക്കറ്റിൽ സീനിയർ ടീമിൽ ഇടം പിടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം: ദി ഇൻവിസിബിൾ മാൻ എന്ന വിഖ്യാത ശാസ്ത്ര നോവലിൻ്റെ കർത്താവ് ആര്? മൂന്നാമത്തെ ചോദ്യം: 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് മികച്ച സിനിമ അവാർഡ് നേടിയത് ഏത്? നാലാമത്തെ ചോദ്യം: പശ്ചിമ ബംഗാളിൻ്റെ 9ാമത് മുഖ്യമന്ത്രി ആര്? അഞ്ചാമത്തെ ചോദ്യം: 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി വേദി എവിടെ? ആറാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ഏത്? ഏഴാമത്തെ ചോദ്യം: ഹരിതകമുള്ള ജന്തു ഏത്? എട്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നത് തെറ്റായത് എന്ത്? സഹോദര സംഘം സ്ഥാപിച്ച സഹോദരൻ അയ്യപ്പൻ, സഹോദര സംഘം സ്ഥാപിച്ച വർഷം 1920, സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചിറായി, മിശ്രഭോജനം ആരംഭിച്ച വർഷം 1917. ഒൻപതാമത്തെ ചോദ്യം: പയ്യന്നൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആര്? പത്താമത്തെ ചോദ്യം: ലോക വയോജന ദിനം എന്ന്? 11ാമത്തെ ചോദ്യം: രക്തസമ്മർദ്ദത്തിന് കാരണമായ ലോഹം ഏത്? 12ാമത്തെ ചോദ്യം: നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ള ദില്ലദാനം ആരുടെ വാക്കുകൾ? 13ാമത്തെ ചോദ്യം: താഴെ പറയുന്നതിൽ സെയ്ദ് വിള ഏതാണ്? 14ാമത്തെ ചോദ്യം: സുന്ദർഗഡ് ഖനന മേഖല ഏത് സംസ്ഥാനത്താണ്? 15ാമത്തെ ചോദ്യം: റബ്ബറിൻ്റെ ജന്മദേശം എവിടെ? 16ാമത്തെ ചോദ്യം: കേരളത്തിൽ അവസാന നിലവിൽ വന്ന കോർപ്പറേഷൻ ഏത്? 17ാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. മലനാട് ആദിവാസി, ഇടനാട് കർഷകൻ, തീരപ്രദേശം മുക്കുവൻ. 18ാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ വിസ്തീർണം ചതുരശ്ര മൈലിൽ എത്രയാണ്? 19ാമത്തെ ചോദ്യം: ദേശീയ ജലപാത 2 നീളം എത്ര? 20ാമത്തെ ചോദ്യം: ദണ്ഡിയാത്ര സഞ്ചരിച്ച ദൂരം എത്ര? 21ാമത്തെ ചോദ്യം: ആദ്യത്തെ അണുവായുധ പരീക്ഷണം നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? 22ാമത്തെ ചോദ്യം: ഇന്ത്യൻ ഗവൺമെൻറ് വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയ വർഷമെന്ന്? 23ാമത്തെ ചോദ്യം: മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം എത്ര എന്നാണ് ചോദ്യം. 24ാമത്തെ ചോദ്യം: 1.004 മൈനസ് 0.0542. 25ാമത്തെ ചോദ്യം: 3 കിലോഗ്രാം അരിയുടെ വില 27.36 പൈസ ആയാൽ 10 കിലോ അരിയുടെ വില എന്ത്? അപ്പോൾ നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോവാം. ആദ്യ ചോദ്യം: ഇന്ത്യൻ ക്രിക്കറ്റിലെ സീനിയർ ടീമിൽ ഇടം പിടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്ന് വെച്ചാൽ വൈഭവ് സൂര്യവംശി. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് ഇദ്ദേഹം വൈഭവ് സൂര്യവംശി മറികടന്നത്. രണ്ടാമത്തെ ചോദ്യം: ദി ഇൻവിസിബിൾ മാൻ എന്ന വിഖ്യാത ശാസ്ത്ര നോവലിൻ്റെ കർത്താവ് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ
ബി ആണ് ഉത്തരം. എച്ച് ജി വെൽസ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് മികച്ച സിനിമയെ അവാർഡ് നേടിയത് എക്കോ എന്ന ചിത്രം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നാലാമത്തെ ചോദ്യം. പശ്ചിമ ബംഗാളിൻ്റെ 9ാമത് മുഖ്യമന്ത്രി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. സുവേന്ദു അധികാരി. ഓക്കെ, എൻ രംഗസ്വാമി എന്ന് പറയുന്നത് ഇവിടുത്തെയാണ് കേന്ദ്രഭരണ പ്രദേശമായ ഏതാ? പുതുച്ചേരി. ഓക്കെ, പുതുച്ചേരിയുടെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാണ് ആര്? രംഗസ്വാമി. ഹിമന്ത വിശ്വ ശർമ്മ എവിടുത്തെയാണ്? അസം. ഓക്കെ, ഹിമന്ത വിശ്വ ശർമ്മ അസമിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഓക്കെ, ജോസഫ് വിജയ് നമുക്കറിയാം, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. ക്ലിയർ. ഓക്കെ, അടുത്ത് അഞ്ചാമത്തെ ചോദ്യം. 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി വേദി എവിടെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ന്യൂഡൽഹി. ഓക്കെ, അടുത്ത 6ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായി കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. സിക്കിം. അടുത്ത 7ാമത്തെ ചോദ്യം. ഹരിതകമുള്ള ജന്തു ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. യൂഗ്ലീന. അടുത്ത 8ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ തെറ്റായത് എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. സഹോദര സംഘം സ്ഥാപിച്ച വർഷം 1917 സഹോദര സംഘം സ്ഥാപിച്ച വർഷം 1917. അടുത്ത 9ാമത്തെ ചോദ്യം. പയ്യന്നൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ. അടുത്ത 10ാമത്തെ ചോദ്യം. ലോക വയോജന ദിനം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. ഒക്ടോബർ 1. അടുത്ത 11ാമത്തെ ചോദ്യം. രക്തസമ്മർദ്ദത്തിന് കാരണമായ ലോഹം ഏത് എന്നാണ് ചോദ്യം. ഏതാണ് രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത്. ഓപ്ഷൻ സി ആണ്. സോഡിയം. അടുത്ത 12ാമത്തെ ചോദ്യം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളത് ഇല്ലതാനും ആരുടെ വാക്കുകൾ എന്നാണ്. ഓപ്ഷൻ സി ആണ്. ഗാന്ധിജിയാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത 13ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ സെയ്ദ് വിള ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയ്ദ് വിള. അപ്പോൾ ഏതാ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പച്ചക്കറികൾ. ക്ലിയർ. അപ്പം നെല്ലെന്ന് പറയുന്നത് എന്ത് വിളയാണ്? നെല്ല്, അതുപോലെ തന്നെ ചണം, നെല്ലിച്ചണം എന്നെല്ലാം ഖാരിഫ് വിളയാണ്. ഓക്കെ, ഖാരിഫ് വിളയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെ? നെല്ലും ചണവും. ഓക്കെ, ഗോതമ്പാണെങ്കിലോ? ഗോതമ്പ് റാബി വിള. ഓക്കെ, റാബി ഓർത്ത് വയ്ക്കുക. ഇതാണ് 3 തരം വിളകളാണുള്ളത്. ഏതൊക്കെയാ? ഖാരിഫ് വിള, റാബി വിള, സെയ്ദ് വിള. അതിൽ ഗോതമ്പ് റാബി വിളയും അതുപോലെ തന്നെ നെല്ലും ചണവും എന്താണ്? ഖാരിഫ് വിളയാണെന്ന് ഓർത്ത് വയ്ക്കുക. പച്ചക്കറികൾ എന്താണ്? സെയ്ദ് വിള. അടുത്ത് സുന്ദർഗഡ് ഖനന മേഖല ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒഡീഷയാണ്. കേട്ടോ, മാറിപ്പോരുത്, ഒഡീഷയാണ്. അടുത്ത് 15ാമത്തെ ചോദ്യം. ബ്രസീലിൻ്റെ ജന്മദേശം എവിടെയെന്നാണ് ചോദ്യം. റബ്ബറിൻ്റെ ജന്മദേശം എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. ബ്രസീൽ. അടുത്ത 16ാമത്തെ ചോദ്യം. കേരളത്തിലെ അവസാനം നിലവിൽ വന്ന കോർപ്പറേഷൻ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. കണ്ണൂർ കോർപ്പറേഷൻ. ഓക്കെ, ആകെ 6 കോർപ്പറേഷനാണ് ഉള്ളത്. ഓർത്ത് വെച്ച് പഠിച്ചോളാം. 6 കോർപ്പറേഷൻ. ഏറ്റവും അവസാനം നിലവിൽ വന്ന കണ്ണൂർ കോർപ്പറേഷൻ. അടുത്ത് 17ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ അല്ലെങ്കിൽ ജോഡി കണ്ടെത്തൂ എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ഓക്കെ, മലനാട് ആദിവാസികൾ, ഇടനാട് കർഷകർ, തീരപ്രദേശം മുക്കുവൻ. അടുത്ത 18ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കേരളത്തിൻ്റെ വിസ്തീർണ്ണം ചതുരശ്ര മൈലിൽ എത്രയെന്നാണ്. അത് 15,005 സ്ക്വയർ മൈൽ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഇത് സ്ക്വയർ കിലോമീറ്ററാണ്. 38,863 സ്ക്വയർ കിലോമീറ്ററും സ്ക്വയർ മൈൽ എത്രയെന്ന് വെച്ചാൽ 15,005 ആണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത 19ാമത്തെ ചോദ്യം. ദേശീയ ജലപാത 2ൻ്റെ നീളം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. 891 കിലോമീറ്ററാണ്. അടുത്ത 20ാമത്തെ ചോദ്യം. ദണ്ഡി യാത്ര സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. 375 കിലോമീറ്റർ. ഓക്കെ, അടുത്ത 21ാമത്തെ ചോദ്യം. ആദ്യത്തെ അണുവായുധ പരീക്ഷ നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഒരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി. അടുത്ത 22ാമത്തെ ചോദ്യം. ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയ വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2009. ഓക്കെ, അടുത്ത 23ാമത്തെ ചോദ്യം. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈമാണ് നമുക്ക് കാണേണ്ടത്. എന്ത് തന്നിട്ടുണ്ട്? സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? 120 കിലോമീറ്റർ പെർ അവർ എന്ന് തന്നിട്ടുണ്ട്, മണിക്കൂറിൽ. ഓക്കെ, അടുത്ത് എത്ര ഡിസ്റ്റൻസ് സഞ്ചരിക്കേണ്ട ഡി
ഡിസ്റ്റൻസ് എത്രയാണ്? 80 കിലോമീറ്റർ. ക്ലിയർ? നമുക്ക് എന്താണ് ടൈമാണ് കാണുന്നത്. ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താ? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് എന്നാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണെന്നറിയാം? 80 ഡിവൈഡ് ബൈ 120. അപ്പോൾ എത്രയും കിട്ടും? ഈ 0 വെട്ടി ഈ 0 വെട്ടി 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടുമ്പോൾ എത്ര പ്രാവശ്യം? 8 എത്ര പ്രാവശ്യം? 8 2 പ്രാവശ്യം, 12 3 പ്രാവശ്യം. അപ്പോൾ 2/3 കിലോമീറ്റർ പെർ അവർ, മണിക്കൂറിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ എന്താണ്? മിനിറ്റിലാക്കണം. മിനിറ്റിലാക്കാൻ എന്ത് ചെയ്യണം? 2/3 ഇൻറ്റു 60 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, 60 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക? 3 കൊണ്ട് വെട്ടാം. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 20 ഇൻറ്റു 2 40 മിനിറ്റ് എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്ലിയർ? അടുത്ത 24 ചോദ്യം നോക്കൂ. 1.004 മൈനസ് 0.0542. അപ്പോൾ ശ്രദ്ധിച്ചോളാം, പോയിൻറ്റിന് ശേഷമുള്ളത് തന്നെ എഴുതാം. 0.542. അപ്പോൾ മേളിൽ എന്താ? ഒരു ഇത് പോയിന്റ് കുറവുണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യുക? ഒരു 0 കൊടുക്കുക. ഓക്കെ, മൈനസ് ചെയ്യുക. വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ്? ഇവിടെ 10 എന്ന് വരും. 10 എന്ത് ചെയ്തു? 3 ഓക്കെ, ഇവിടെ നിന്ന് കടമെടുത്തു. 10 നിന്ന് 2 പോയി എത്ര? 8. അപ്പോൾ എന്ത് ചെയ്യും? 3 4 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് കടമെടുക്കുക. അപ്പോൾ ഇവിടെ എത്രയെന്ന് പറയും? ഇവിടെ 9, ഇത് 13, ഇത് 9. ഓക്കെ, 13 നിന്ന് 4 പോയി എത്ര? 13 നിന്ന് 4 പോയാൽ 13 4 4 1 9 കിട്ടും. ഓക്കെ, 9 നിന്ന് 5 പോയാൽ എത്രയാ? 9 നിന്ന് 5 പോയാൽ 4. ഓക്കെ, 9 അതേപോലെ എഴുതുക. അപ്പോൾ എത്രയെന്ന് പറയും? 0.9498 എന്ന് കിട്ടും. 9498. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ്, 9498. അടുത്ത് 25 ചോദ്യം. 3 കിലോ അരിയുടെ വില 27.36 പൈസ ആയാൽ 10 കിലോ അരിയുടെ വില എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 3 കിലോയ്ക്ക് എത്രയെന്ന് പറയുന്നുണ്ട്? 27.36 പൈസ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 കിലോ കാണാൻ എന്ത് ചെയ്യണം? 27.36 ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ 6 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം, 1 പ്രാവശ്യം. 27 എത്ര പ്രാവശ്യം? 9 27. ഓക്കെ, അപ്പോൾ 9 രൂപ 12 പൈസ. എത്ര രൂപയ്ക്ക്? 1 കിലോയ്ക്ക്. ഇനി എത്രയാണ്? 10 കിലോയാണ് കാണേണ്ടത്. 10 കിലോ കാണാൻ എന്ത് ചെയ്യണം? ഈ പോയിന്റ് ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ 91.2 91 രൂപ 2 പൈസ. ഓക്കെ, റുപ്പീസ് 91.2 91.2. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. 91.2. 10 കിലോയ്ക്ക് 91.2 എന്നാണ് ഉത്തരം വരുന്നത്. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന്? 25 ക്വസ്റ്റ്യന് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത ഒരു എക്സാം ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.